ബ്രസീൽ വേഴ്സസ് നോർവേ. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും ബില്ല്, പൊട്ടന് ലോട്ടറി, ഡോൺ കാർലോന്റെ പിള്ളേര്, ഡോൺ കാർലോ ചുരുട്ട് വലിക്കും, പുരികം പൊക്കും, മെഷീൻ ഗണ്ണ്, ന്യൂക്ലിയർ ബോംബ്, അവസാനം പവനായി ശവമായി. ആരെങ്കിലും സ്വപ്നത്തിൽ പോലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ബ്രസീലും നോർവേയും തമ്മിലൊരു കളി വരും, അതിൽ നോർവേ ജയിക്കുന്നു? എനിക്കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവൻ ഹാലൻഡ് വരെ പറയണ ഞാൻ കേട്ടു, ബ്രസീലിനാണ് ചാൻസസ് കൂടുതൽ. എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ പൊസഷൻ പുഴുങ്ങുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രസീൽ ഇസ് നോട്ട് എ ത്രെറ്റ്, ബ്രസീൽ സ്ക്വാഡ് ഇസ് നോട്ട് എ ത്രെറ്റ്, ബ്രസീലിന്റെ ഗെയിം പ്ലേ ഇസ് നോട്ട് എ ത്രെറ്റ്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ പൊസഷൻ ഉണ്ട്, ഞങ്ങൾ എന്ത് കളി കളിച്ചാലും ഞങ്ങളുടെ കയ്യിൽ പൊസഷൻ പുഴുങ്ങിയുണ്ട്. ഞങ്ങള് പൊസഷൻ പുഴുങ്ങിയ നേരിട്ട് ഫൈനലിൽ എത്തിക്കും അറിയില്ല. ഇപ്പോ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടോന്ന് അറിയില്ല. പൊസഷൻ പുഴുങ്ങി വെച്ചു ഞങ്ങൾ ഗ്രൗണ്ടിൽ, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്നത്തെ കളിയിലാണെങ്കിൽ പൊസഷനും ഇല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 100 കൊല്ലത്തിന് ശേഷം ഇത്ര നക്കിയ പൊസഷനുള്ള ഒരു കളി കളിച്ചത് ബ്രസീൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും കോഴികൾക്ക് ഇനി ആഘോഷരാവാണ്, മഴക്കാലമാണ്. ബ്രസീലിന്റെ ഫ്ലെക്സ് കോഴിക്കൂട്ടിൽ, കോഴികൾക്ക് ഇതിൽ പരം അഭിമാനിക്കാൻ വേറെന്ത് വേണം? ലോകകപ്പ് ചാമ്പ്യൻസ്, അവരുടെ ഫ്ലെക്സ്. അയ്യേ അയ്യേ അയ്യേ. സി ഐ എം റിയലി സാഡ് ഫോർ നെയ്മർ. അതൊരു വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ബ്രസീൽ ഫാൻസിന്റെ കണ ഒരു ടീം നന്നായി കളിച്ചില്ലെങ്കിൽ അത് നന്നായി കളിച്ചില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും വേണം. ഇല്ല, ഞങ്ങൾ അന്തം മൂട് താങ്ങിയാണ്. ബ്രസീൽ എത്ര നക്കിയ ഫുട്ബോൾ കളിച്ചാലും ഞങ്ങൾ മൂട് താങ്ങിക്കൊണ്ടേയിരിക്കും, പൃഷ്ഠം താങ്ങിക്കൊണ്ടേയിരിക്കും. കളി രണ്ട് ടീമിനും അത്യാവശ്യം ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഹാലൻഡ് വാസ് ദ ഡിഫറൻസ്. സോ ആ നോർവേ വൻ കളി കളിച്ചു, ബ്രസീൽ വൻ കളി കളിച്ചു എന്നല്ല, നോർവേ ഒക്കെ പാർ കളിയാണ് കളിച്ചിരിക്കുന്നത്. ബട്ട് ഫുട്ബോൾ ദൈവം ഇത്തവണ ഹാലൻഡിന്റെ ഒപ്പം നോർവേയുടെ ഒപ്പം ആയിരുന്നു. സി എല്ലാവർക്കും അറിയാം, നെയ്മർ ഡിസേർവ് ബെറ്റർ. ലാസ്റ്റ് ഡാൻസ് ആണ്. ഇപ്പൊ ലൂക്ക മോഡ്രിച്ചിന് സംഭവിച്ച പോലെ തന്നെ കരഞ്ഞ് പടിയിറങ്ങേണ്ടി വന്നു. കളി തുടങ്ങി, രണ്ടാമത്തെ മൂന്നാമത്തെ മിനിറ്റിൽ ഇവര് ഗോൾ അടിച്ചു നോർവേ. എനിക്ക് തോന്നുന്നത് അത് ഓഫ് സൈഡിന് പകരം ആ ഗോള് സ്റ്റാൻഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ ചിലപ്പോൾ ഈ കളിയെ ജയിച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു കളിയിലുള്ള ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് തന്നെ മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് ലൈക്ക് ജപ്പാൻ ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുത്ത പോലെ സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ബ്രസീലിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു വേഴ്സസ് ജപ്പാൻ. അതേപോലെ ആദ്യം ആ ഗോൾ വീണുണ്ടായിരുന്നെങ്കിൽ ബ്രസീലിന്റെ കളി തന്നെ വേറെ ആയതിന്, റിസൾട്ട് തന്നെ ചിലപ്പോൾ വേറെ ആയതിന്. പുഷ്പം പോലെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു 10ാം മിനിറ്റിൽ പെനാൽറ്റി. അങ്ങനത്തെ ഒരു ചാൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്ക്വാഡിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരിക്കണം ആ പെനാൽറ്റി കിക്ക് എടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി വിനീഷ്യസ് ജൂനിയർ, വേറെ ആരുമല്ല, ഡെഫിനറ്റ്ലി വിനീഷ്യസ് ജൂനിയർ. വിനീഷ്യസ് റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ പെനാൽറ്റി മിസ്സാക്കിയിട്ട് ഒരു ലോഡ് പെനാൽറ്റി മിസ്സാക്കിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ചാൻസ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ അറ്റ് ദിസ് മൊമെന്റ് വിനീഷ്യസിനെക്കാളും നല്ലൊരു പ്ലെയർ ഇല്ല. എന്നിട്ടും ബ്രൂണോനെ കൊണ്ടെടുപ്പിച്ചു. അതാ അമ്പേ പരാജയ കിക്കായിരുന്നു. ആള് കിക്ക് അടിക്കാൻ വരുമ്പോ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ദാറ്റ് വാസ് എ പുവർ കിക്ക്. അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് വാസ് എ പുവർ കിക്ക്. എനിക്ക് പലപ്പോഴും തോന്നിയത് പോർച്ചുഗലത്തെ ബ്രൂണോനെ മാസ്ക് ഇട്ടിട്ട് കളിപ്പിച്ച പോലെയാണ് തോന്നിയത്. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസിന്റെ ചാൻസ് ഉണ്ടായിരുന്നു. വിനീഷ്യസിന്റെ ഒരു ലെഫ്റ്റ് ഫുട്ട് ദാറ്റ് വാസ് ഓൾസോ സേവ്ഡ്. ആൻഡ് ആ ഗോൾ കീപ്പറിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ഹാലൻഡിന് എത്രത്തോളം നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അത്രയും ക്രെഡിറ്റ് ആ ഗോൾ കീപ്പറും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒഡേഗാർഡിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് വാസ് നൈസ് സേവ് ഫ്രം ആലിസൺ. അത്ര വലിയൊരു ഫിനിഷും ആയിരുന്നില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഹാലൻഡിന്റെ 2 ഗോൾ നോക്കിയാൽ മതി. ഗബ്രിയൽ ഈസ് ഹിയർ ടു ലോക്ക് ഹാലൻഡ്. ഹാലൻഡിന്റെ പേടി സ്വപ്നം ഗബ്രിയൽ ഞങ്ങളൊപ്പം ഉണ്ട് എന്നൊക്കെ ആരൊക്കെ തള്ളി വിടുന്ന കണ്ടു. രണ്ടും ഈ ഗബ്രിയലിനെ നോക്കൂത്തിയാക്കിയിട്ടാണ് ഹാലൻഡ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഒന്ന് ഗബ്രിയലിന്റെ വായ കയറി ഇരുന്നിട്ട് ഒരു ഹെഡർ അടിച്ചു. സെക്കൻഡ് ഗോൾ മാത്രം നോക്കിയാൽ മതി. ഹാലൻഡ് ഈ 2 ഗോൾ വരുന്നവരെ കളിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക, ചാൻസസ് ക്രിയേറ്റ് ചെയ്യൊന്നുമില്ല. ഹാലൻഡിനെ പല സമയത്ത് കണ്ടിട്ട് പോലും ഇല്ല. എന്നാൽ ഇതാണ് ഹാലൻഡിന്റെ എബിലിറ്റി. അത്രയും നേരം ചിലപ്പോൾ 10-80 മിനിറ്റിൽ ആളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. 90 മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോൾ അണ്ണൻ അടിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് ഹിസ് എബിലിറ്റി.
അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ട്രൈക്കറിന്റെ പണി അത് തന്നെയാണ്. ഹാലൻഡിന്റെ രണ്ടാമത്തെ ഗോൾ മാത്രം നോക്കിയാൽ മതി. എത്ര സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ട്രെയിനിങ് സെഷനിലൊക്കെ ഷൂട്ടിംഗ് പ്രാക്ടീസ് നടത്തുന്ന പോലെയാണ് ഹാലൻഡ് ആ ഗോൾ അടിച്ചിരിക്കുന്നത്. ബോൾ റിസീവ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, ഒന്ന് ബോൾ ടച്ച് ചെയ്തു, പിന്നെ ഒരു പക്കാ ഷൂട്ട്. അത് ഗബ്രിയലിന്റെ നാട്ടിന്റെ ഇടയിൽ കൂടെ. ഇതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്. ബ്രസീലിന്റെ ഡിഫൻസ്, ദാറ്റ് മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ് ഏരിയ ഈസ് ലൈക്ക് ഓട്ട ഇൻ ദ ഷട്ടിൽ. അത്രയും സ്പേസ് അവർ എല്ലാ പ്ലേയേഴ്സിനും കൊടുക്കാറുണ്ട്. ഇവൻ വേഴ്സസ് ജപ്പാനും ഇതന്നെയായിരുന്നു. പ്ലേയേഴ്സിന് സുഖമായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് മിഡിലൂടെ റൺ ചെയ്ത് പോകാനുള്ള സ്പേസ് അവർ കൊടുക്കാറുണ്ട്. ഇതന്നെയാണ് ഇന്നത്തെ കളിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വണ്ടർ കിഡ് എൻഡ്രിക്, വിനീഷ്യസ് സെക്കൻഡ് ഹാഫിൽ കൊടുത്ത ഒരു ബോൾ ഉണ്ട് മോനെ. ഇതിലും നല്ലൊരു ചാൻസ് എനിക്ക് തോന്നുന്നില്ല ഒരു പ്ലെയറിനും കിട്ടിയിട്ടുണ്ടാവില്ല. ദാറ്റ് വാസ് എൻ ഈസി ഫിനിഷ്, ഓൾമോസ്റ്റ് ലൈക്ക് 1 versus 1 അഗൈൻസ്റ്റ് ദ ഗോൾ കീപ്പർ. അതൊന്നും ഫിനിഷ് ചെയ്തില്ല. പിന്നെ ആരെ പറഞ്ഞിട്ട്, ഏത് ചാൻസ് കിട്ടിയ ഫിനിഷ് ചെയ്യും പറഞ്ഞിട്ടാണ്. എസ്പെഷ്യലി ഇത് ഗ്രൂപ്പ് സ്റ്റേജ് കളിയല്ല, ദിസ് ഇസ് എ നോക്ക് ഔട്ട്. അപ്പൊ അതിന്റെ ഒരു ഫിയറിൽ വേണം കളിക്കാൻ, അല്ലെ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം കളിക്കാൻ. ആൻഡ് എപ്പോ നോക്കുമ്പോഴും ബ്രസീൽ ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങൾ ഇത്ര വട്ടം ചാമ്പ്യന്മാരാണ് എന്നുള്ളൊരു ഈഗോ, ഒരു ഹെഡ് വെയിറ്റിലാണ് ഇവരെന്നും ഫുട്ബോൾ കളിക്കുന്നത്. ആൻഡ് ദ വേ ദേ ആർ പ്ലേയിങ് ഇൻ ദ സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് ഞങ്ങൾ ലീഡ് എടുത്തിട്ട് കളിക്കുന്ന പോലെ. എന്നാൽ നോർവേ ഭയങ്കര ഫിയർലെസ് ആയിട്ടാണ് കളിക്കുന്നത്. കാരണം അവർക്ക് ഒന്നും പേടിക്കാനില്ല. ഇത്ര പേര് എത്തി തന്നെ ഭാഗ്യം എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ തോറ്റിട്ട് പോകും. ആൻഡ് സെക്കൻഡ് ഗോൾ അടിച്ചതിന് ശേഷം ഹാലൻഡിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണണം മനെ. കൂൾ കാം ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ്, പെട്ട സാധനം. ലുക്ക് അറ്റ് ഹിസ് ഓറ. പൊസഷൻ ഇല്ലെങ്കിലും എക്സ്പെക്ടഡ് ഗോൾസ് കൂടുതൽ ബ്രസീലിന് തന്നെ ആയിരുന്നു. എല്ലാവരും ബ്രസീൽ തന്നെ ജയിക്കും തന്നെ വിചാരിച്ചിട്ടും ഉണ്ടാവും. ഈവൻ ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല. ടാറ്റ ബൈ ബൈ, സി യു. നെയ്മർ കാരണപ്പോ ഡെഫിനറ്റ്ലി സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു ഫുട്ബോൾ ഫാൻസ്, ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് ബ്രസീൽ അല്ലെങ്കിൽ ഒരു ടീമിനെതിരെ വന്നല്ല. ഈ ഫാൻസിന്റെ കൊണയടി കേട്ടിട്ടാണ് എനിക്ക് ദേഷ്യം വരാറില്ല. ഞാൻ പോർച്ചുഗൽ നന്നായി കളിച്ചില്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് പൂവ ഗെയിം ആണെന്നുള്ളത്. പക്ഷെ ഇത് പറയാനുള്ള ഒരു നട്ടല് പല ബ്രസീൽ ഫാൻസും കാണിക്കാറില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ പറയാനുള്ളൂ. പക്ഷെ നെയ്മർ കാരണപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നില്ല. ഞാൻ ബ്രസീലിന്റെ പല കളിയും കണ്ടിട്ടുള്ളത് നെയ്മറിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. And എനിക്ക് മനസ്സിലാവുന്നില്ല, ആൻസലോട്ടി ഈസ് ട്രീറ്റിംഗ് നെയ്മർ ലൈക്ക് എ വെരി നോർമൽ പ്ലെയർ. ഡെഫിനറ്റ്ലി നെയ്മർ ഒരു നോർമൽ പ്ലെയർ അല്ല. നമ്മൾ മെസ്സി, റൊണാൾഡോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഒപ്പത്തിനൊപ്പം പറയാനുള്ള ഒരു പ്ലെയർ ആണ് നെയ്മർ. ഹി ഈസ് ആക്ച്വലി എ ലെജൻഡ്. ആ ഒരു ലെജൻഡ് പരിഗണന കൊടുക്കേണ്ടത് തന്നെയാണ്. ഈ ത്രൂ ഔട്ട് ദ വേൾഡ് കപ്പിൽ ഇത്രയും കളിയായിട്ട് നെയ്മർ മാക്സിമം ഒരു 40 minutes 35 minutes കളിച്ചിട്ടുണ്ടാവും. ഹി ഡിസേർവ്സ് ബെറ്റർ. പക്ഷെ നെയ്മറിന് ഇന്നത്തെ കളിയും വലിയ ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനോ വലിയ രീതിയിൽ കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഒരു പെനാൾട്ടി കൺവേർട്ട് ചെയ്തു, ദാറ്റ്സ് ഓൾ. പക്ഷെ അതൊരു പോസിറ്റീവ് സൈൻ അല്ല. അവസാന കളി ആൾക്കൊരു ഗോൾ അടിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നില്ല ബ്രസീലിന് നെയ്മറിന് വേണ്ടിയിട്ട് കപ്പ് ലിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നെയ്മറിന് ഒരു പ്രോപ്പർ ഫേവറിൽ കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഒരു ടീം സ്പിരിറ്റോ ഒന്നും ബ്രസീലിനില്ല. ഇപ്പം പോർച്ചുഗലിനും ഇല്ല. ഡെഫിനറ്റ്ലി പോർച്ചുഗലിനും ഇല്ല. ബട്ട് അർജന്റീന ഹാവ് ദാറ്റ്. ദേ ഹാഡ് ദാറ്റ്. അതാണ് 2022 കണ്ട് 2026 കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. സോ ബ്രസീൽ, ടാറ്റ ബൈ ബൈ, സി യു. വിൽ സി യു ഇൻ 2030. നമ്മുടെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ ഇന്ന് കളിയുണ്ട് 12:30. ഒരു പ്രതീക്ഷയില്ല. ഇവൻ നേഷൻസ് ലീഗ് ഫൈനൽ പോലും ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലാതെ കണ്ടത്. നേഷൻസ് ലീഗ് ഫൈനലിൽ ഇവരെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ അടിച്ചു പറഞ്ഞിട്ട് അതും വെച്ചിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോണില്ല. സി ദിസ് ടീം ഒരു ഗോൾ പോലും ഇന്നേവരെ കൺസീഡ് ചെയ്തിട്ടില്ല ഈ ടൂർണമെന്റിൽ. ആൻഡ് അവരുടെ മിഡ്ഫീൽഡ് സകലമായ കളിയും കൺട്രോൾ ചെയ്യും. വിങ്ങിലൂടെ യമാല് കളി കൺട്രോൾ ചെയ്യും. ആ മിഡ്ഫീൽഡിനെ നമ്മുടെ ബ്രൂണോ, വിറ്റീന, ജാവോ നെവസ്, പേപ്പറിലെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു മിഡ്ഫീൽഡിന് ഈ സ്പെയിനിന്റെ മിഡ്ഫീൽഡിനെ പൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ, ന്യൂണോ മെൻഡീസിന് യമാലിനെ പൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 90 മിനിറ്റിൽ പോർച്ചുഗൽ ജയിച്ചുകൊണ്ടുള്ള കളി തീരും. എന്നാൽ ഈ പൂട്ടലിൽ നിന്ന് കഴിഞ്ഞു വെച്ചാൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർ മറന്നു വെച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല. അറിയാലോ, ബ്രൂണോ ഒക്കെ ഈ ടൂർണമെന്റിലെ ഏറ്റവും വേസ്റ്റ് കളി കളിച്ചു. പോർച്ചുഗൽ സൈഡിൽ തന്നെ ഏറ്റവും വേസ്റ്റ് കളി കളിച്ച 3 പേര് 3 മിഡ്ഫീൽഡേഴ്സ് തന്നെ ആയിരിക്കും. വിറ്റീന, ജാവോ നെവസ് ആൻഡ് ബ്രൂണോ. എന്റെ ഒരു അഭിപ്രായത്തിൽ വിറ്റീനയും നെവസിനെയും ഒരുമിച്ച് ഇറക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല കാര്യം. ഈ സൈഡ് പാസും അതേപോലത്തെ ബാക്ക് പാസും ഇട്ട് 100% പാസ് അക്യൂറസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലെയറിന്റെ ആവശ്യമില്ല. വി നീഡ് ദം ടു ക്രിയേറ്റ് ചാൻസസ്. എപ്പോഴും ചാൻസസ് വരുന്നത് അല്ലെങ്കിൽ ഗോൾ കൺവേർഷൻ നടന്നിട്ടുള്ളത് പിന്നിലൂടെ മാത്രമാണ്. ഇപ്പൊ അന്ന് നമ്മളൊരു ക്രൊയേഷ്യയില് റൊണാൾഡോയ്ക്ക് ഒരു
ഒരു ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എൻ ഓഫ് സൈഡ്, ഒരു ഓഫ് സൈഡ് ഗോൾ ആയിരുന്നു. ലുക്ക് അറ്റ് ദാറ്റ് ബോൾ. അങ്ങനത്തെ ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനാണ് മിഡ്ഫീൽഡേഴ്സ് വേണ്ടത്. അല്ലാതെ വിങ്ങിലേക്ക് ഉരുട്ടി വിടാനാണ് വെച്ചാൽ വി ഡോണ്ട് നീഡ് യു. അതിന് മറ്റേ ഡിഫൻസ് നേരെ കൊടുത്താൽ പോരെ. ചാൻസസ് ക്രിയേറ്റ് ചെയ്താലേ വല്ലതും നടക്കുള്ളൂ. സ്പെയിൻ ഈസ് എ വെരി ടഫ് സൈഡ്. അല്ലെങ്കിൽ സ്പെയിൻ കനിയണം. സ്പെയിൻ കോച്ച് ഫെറാൻ ടോറസിനൊക്കെ ഇറക്കിയിട്ട് നമുക്ക് ഒരു ചാൻസ് ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല. എക്സ്പെക്ടേഷൻസ് 0 ആണ്. സ്കൈ ഹൈയും മറ്റേ ഹൈ ഒന്നും അല്ല. ഈ നോക്കൌട്ട് ഗെയിംസിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിം ഒക്കെ ആയിരിക്കും. ഒരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ അണ്ണൻ വീണ്ടും ഇന്ന് കരഞ്ഞ് പടിയിറങ്ങി പോണ ദിവസമായിരിക്കും. അറിയില്ല. ചാൻസസ് അതിന് തന്നെയാണ് കൂടുതൽ. ഐ ഡോണ്ട് ട്രസ്റ്റ് പോർച്ചുഗൽ എനിമോ. പോർച്ചുഗലിനെ ട്രസ്റ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയതാണ്. മേ ബി ഇന്ന് പോർച്ചുഗൽ തോറ്റു കഴിഞ്ഞാൽ പോർച്ചുഗലിന്റെയും ഇന്റർനാഷണൽ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഞാൻ കാണുന്ന അവസാനത്തെ കളിയായിരിക്കും. ഇന്ന് പോർച്ചുഗൽ പുറത്തായി കഴിഞ്ഞു വെച്ചാൽ ഇനി ഈ ഒരു ടൂർണമെന്റിൽ ഒരു കളി ഞാൻ കാണുന്നതായിരിക്കില്ല. ഐ ആം ലിറ്ററലി ഡൺ. ഇനി ഈ മാസത്തെ എന്റെ മെന്റൽ കണ്ടീഷൻ തീരുമാനിക്കുന്നത് ഇന്നത്തെ കളിയായിരിക്കും. സോ ഹോപ്പ് പോർച്ചുഗൽ ജയിക്കുന്നു വിചാരിക്കുക. പോർച്ചുഗൽ. സോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനിയും സന്ധിക്കും വരെ വണക്കം.